രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. നമ്മള് രണ്ടും നാലും യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. യേശു പറഞ്ഞതിനൊക്കെ അപ്പുറത്ത് കടത്തി വെട്ടണവരാണ് നമ്മൾ. പക്ഷെ ഇവിടെ യേശു പറയുന്നത് ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറഞ്ഞ മറുപടി വളരെ കൃത്യമാണല്ലോ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കേണ്ടത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി. ഈ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി എത്ര പേരെ സ്നേഹിക്കാൻ പറ്റും? ഒരാളെ സ്നേഹിക്കാൻ പറ്റും. ഒരാളെ തന്നെ സ്നേഹിക്കാൻ പറ്റും. ഒരാളെ പോലും സ്നേഹിക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ ഒരാളെ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ നമ്മള് പല വഞ്ചിയിലെ കാലിന്റെ ഒത്തുമാണ്. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറയണത് ഒരാളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റും. അപ്പോ ഇവിടെ നമ്മള് ഒരു ട്വിസ്റ്റ് ഈശോ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധിക്കും. ഈ മാമോൻ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മാമോൻ എന്ന് വെച്ചാൽ ഒരേ സമയം സമ്പത്താണ്, ഒപ്പം തന്നെ അത് പിശാചാണ്. ഈ രണ്ട് വാക്കുകളും മാമോൻ എന്ന അർത്ഥം. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഈശോ പ്രയോഗിച്ച പ്രയോഗമാണ്. അതേസമയം ഈ നിക്ഷേപം, സമ്പത്ത് എന്നൊക്കെയുള്ള വേറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മാമോൻ എന്ന പദം വളരെ മനഃപൂർവമായിട്ട് യേശു ഉപയോഗിച്ചതായിരിക്കണം. കാരണം ഇത് രണ്ടിനെയും ഒരു എൻറ്റിറ്റി ആയിട്ടാണ്, ഒരു സത്യമായിട്ടാണ് ഈശോ കാണാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണല്ലോ സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് യൂദാസിനെ കുറിച്ച് പറയണം. യൂദാസ് പണക്കിഴിയിൽ നിന്ന് എടുത്തിരുന്നു എന്ന് പറയും. അപ്പൊ പണത്തിൽ നിന്ന് എടുക്കും തോറും, പണം സ്വീകരിക്കും തോറും, പണം ആർജിക്കും തോറും അവൻ പിശാചായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ ധ്വനി. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണല്ലോ. പണം ഉണ്ടാകാതിരുന്ന കാലത്തുണ്ടായിരുന്ന ജീവിത വിശുദ്ധി പണം ഉള്ള കാലത്ത് നമുക്കുണ്ട്? ഇല്ലല്ലോ. പണമില്ലാതിരുന്ന കാലത്തുണ്ടായിരുന്ന ജീവിതത്തിന്റെ നൈർമല്യവും ജീവിതത്തിന്റെ വിശുദ്ധിയും ജീവിതത്തിന്റെ ശാന്തതയും പണമുണ്ടായ കാലത്ത് ഉണ്ടോ? ജോലി ഇല്ലാതിരുന്ന കാലത്ത്, പഠിച്ചിരുന്ന കാലത്തുണ്ടായ സമാധാനം ഒരു സമ്പാദ്യമുള്ള ഒരു കാലത്ത് നമുക്കുണ്ട്. അപ്പം പണം വരുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്ന് സാർ. ഇവിടെ ഒരു ദമ്പതികളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഭർത്താവാണ് കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്. ഇയാളിങ്ങനെ ഭയങ്കര ടെൻഷനുള്ള മനുഷ്യനാണ്. എപ്പോഴും ഇങ്ങനെ ടെൻഷൻ പിടിച്ച് നടക്കണുണ്ട്. സ്ഥിരം ഭാര്യ ഇങ്ങനെ ഇയാളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾക്ക് തോന്നി എന്തിനാ. അപ്പൊ ഭാര്യ ഇങ്ങനെ പരാതികൾ പറഞ്ഞാൽ മതി. ഇതിന്റെ എല്ലാം സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കേണ്ട, വരവ് ചെലവ് തുല്യപ്പെടുത്തി കൊണ്ടുപോകേണ്ട എല്ലാ ടെൻഷനും പുള്ളിക്കാം. കുറച്ച് നാൾ കഴിഞ്ഞ് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഇനി തുടങ്ങി കാശ് നീ കൈകാര്യം ചെയ്തോ എന്ന് പറഞ്ഞ് ഭാര്യനെ ഏൽപ്പിച്ചു. അതോടുകൂടി പുള്ളിക്ക് സ്വസ്ഥത കിട്ടി, ഭാര്യയുടെ ഉള്ള സ്വസ്ഥത പോവുകയും ചെയ്യും. പണം വരുമ്പോഴാണ് സ്വസ്ഥത പോകുന്നത്. അപ്പം ഈ രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല എന്ന് ഈശോ പറയുമ്പോൾ ഒരാളെ ഈ പണത്തിനെയും ദൈവത്തെയും, പിശാചിനെയും ദൈവത്തെയും രണ്ട് തട്ടിലാണ് ഈശോ നിർത്തുക എന്ന് സാരം. രണ്ടും ഓപ്പോസിറ്റ് ശക്തികളാണ്. അപ്പോ നമ്മളൊന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് പണം ഉണ്ടാകണം, ഞാൻ വലിയ സമ്പന്നനാകണം, എനിക്ക് ജോലി കിട്ടി ഒരുപാട് പണം ഉണ്ടാവണം, എനിക്ക് ലോട്ടറി അടിച്ച് കുറെ പണം കിട്ടണം. ഇങ്ങനെ പണം സംബന്ധമായ പ്രാർത്ഥനകള് ദൈവത്തിനോട് നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ശരിക്കും ദൈവത്തോട്, ദൈവത്തിന്റെ ശത്രുവിനെ എനിക്ക് കരുത്തായിത്ത എന്നല്ലേ പറയണേ? അത് വിരോധാഭാസമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നതാണ്, ദൈവത്തിന്റെ ശത്രുവിനെ എനിക്ക് താ, എന്നിട്ട് നീ അത് അനുഗ്രഹിക്ക. അപ്പൊ ശത്രുവിനെ തരാനാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതെന്നർത്ഥം. നമ്മുടെ പ്രാർത്ഥന അന്നു വേണ്ട ആഹാരത്തിനായിരിക്കണം, ശത്രുവിനെ തരാൻ വേണ്ടിയിട്ടായിരിക്കും.